അമ്മൂമ്മമാര് ജീവിച്ചിരുന്നപ്പോ വാർദ്ധക്യ പെൻഷനും ഇല്ല, ഒരു കൊടച്ചക്രവും ഇല്ല. മരിച്ചു മണ്ണായപ്പോതേ വന്നിരിക്കുന്ന പെൻഷൻ. ഈ സർക്കാരിന് കണ്ണുമില്ല മൂക്കുമില്ല. എടി ജാനു, ഞാനിങ്ങനെ ആലോചിക്കുക, നമുക്കും വേണ്ടടി ഒരു പെൻഷൻ. ഏത് വക പെൻഷൻ? വയസ്സന്മാർക്ക് പെൻഷൻ, കണ്ണോട്ടന്മാർക്ക് പെൻഷൻ, പണിയില്ലാത്തതിന് പെൻഷൻ. ഓപ്പറേഷൻ ചെയ്താൽ സാരിയും ബക്കറ്റും കാശും. നമ്മുടെ സർക്കാർ പറയുന്നത് എന്താണെന്നറിയും? എനിക്കറിയണ്ട. അറിയണം. നാം രണ്ട്, നമുക്ക് രണ്ട്. നമുക്ക് ഒന്ന് പോയിട്ട് ഒരര കുട്ടികളുണ്ട്. കുടുംബാസൂത്രണം എന്ന് പറഞ്ഞ് യുവന്മാർ എത്ര കാശാ വാരിക്കോരി കൊടുക്കുന്നത്? ഒരാസൂത്രണം ഇല്ലാതെ നമ്മൾ സർക്കാരിനെ സഹായിക്കല്ലേ? അപ്പൊ പെൻഷൻ നമുക്ക് കിട്ടണം. ഒന്നും മിണ്ടാതിരിക്കും മനുഷ്യ. പാതിരാത്രിക്കാ പിച്ചും പേയും പറയുന്നത്. എനിക്ക് അടങ്ങിക്കിടക്കാനാവില്ല. ഇതൊരു തരം അവഗണനയല്ലേ? ഈ രാജ്യത്തെ പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് നയിക്കുന്ന നിന്നെപ്പോലുള്ള മച്ചികൾക്ക് വേണ്ടി ഞാൻ മരിക്കാൻ വരെ തയ്യാറാണടി. കിടത്തി പൊറപ്പിക്കില്ലെന്നാ തോന്നുന്നത്. ഇതിനു വേണ്ടി നമുക്കൊരു അവകാശ സമരം നടത്തണം. അതിനുവേണ്ടി നമുക്കൊരു സംഘടന ഉണ്ടാക്കണം. മച്ചി തൊഴിലാളി സംഘടന. നീ കുറെ തടിയും മണ്ണൊക്കെ ഉള്ളതല്ലേ? അപ്പൊ നീ പ്രസിഡന്റ്, സെക്രട്ടറിയും ഖജാൻജിയും ഞാൻ. എന്നാ പിന്നെ ഖജാൻജിക്ക് കള്ളി ഷാപ്പിൽ സൗകര്യമായല്ലോ. യൂണിയനൊക്കെ നമുക്ക് പിന്നെ ഉണ്ടാക്കാം. നമുക്ക് കിടന്ന് ഉറങ്ങ. നീയേ ഉറങ്ങ. എന്താണ് കൊഞ്ചുന്ന പെണ്ണ്, കൊഞ്ചുന്ന. നീ വിളക്ക് എടുത്ത്, വിളക്ക് എടുത്ത്. എന്താണ് വിളക്കാണ്? അങ്ങനെ ഇപ്പൊ വിളക്ക് എടുക്കണ്ട. മാറിക്കേ. കണ്ടോ, ഇത് കണ്ടോ? ഇവളെന്റെ ഭാര്യ. ഞാൻ പറഞ്ഞ അനുസരിക്കില്ല, എന്നോട് മാറിക്കിടക്കാൻ. നിങ്ങളെ ഭാര്യ ഇത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കോ? സഹിക്കോ? വിളക്കറിയുന്നില്ല.